പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചൂരിയില്ലേ, ചൂര കൊണ്ട് ഒരു മീൻ അച്ചാറാണ്. നല്ല ടേസ്റ്റാണ്. മീൻ അച്ചാറിടാനായിട്ട് നമ്മൾ 1/2 കിലോ ചൂരിന് എടുത്ത് കൊടുത്തിട്ടാണ് ഇതിങ്ങനെ കഷ്ണങ്ങളാക്കി കഴുകിയത്. ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യും. നമ്മളിത് മിക്സ് ചെയ്തു. ഇതിനി കുറച്ച് നേരം വെയിലത്ത് കുറച്ച് നേരം ഒന്ന് ഉണക്കാനിടും. ഭയങ്കരമായിട്ട് ഉണക്കില്ല, ആ വെള്ളം വരുന്ന വരെ നമ്മളിത് കുറച്ച് നേരം വെയിലത്തിടണം. വെള്ളം വലിയുന്ന വരെ കേട്ടാ. മീൻ വലിഞ്ഞു വിട്ടാൽ നമുക്കിത് എടുക്കാം, ഇത്രയ്ക്ക് മതി. ഒരുവിധം വെള്ളമൊക്കെ അതിൻ്റെ പറ്റിപ്പോയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് പോരാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറുത്ത് പോരുന്നത്. അപ്പോൾ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി നമുക്ക് അതിലേക്ക് മീനിടണം. മുങ്ങിക്കിടന്ന് വറക്കണം കേട്ടാ. നമ്മളൊരു 3 ട്രിപ്പായിട്ടാണ് വറക്കണത് കേട്ടാ. ഒരു മീഡിയം ലെവലിൽ തീ. ഒരു സ്വല്പം കൂടിയും ബ്രൗൺ നിറമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് മുറുക്കണ്ട, എന്നാലും ഒരു മീഡിയം, ഒരു 3/4 വറവെങ്കിലും വേണം. നമ്മുടെ മീനായിട്ടാ നമുക്ക് ഫസ്റ്റ് കൊണ്ട് മാറ്റി വയ്ക്കാം. നമ്മളൊരു പാത്രത്തിലിട്ട് വയ്ക്കണം. ഇതിൻ്റെ എണ്ണ പാലിന് നല്ലതാണ്. നമ്മുടെ മീൻ വറക്കൽ കഴിഞ്ഞു കേട്ടാ. മീൻ വറുത്ത് കോരി വെച്ചു. ഇതിൻ്റെ എണ്ണ പോകാനാണ് ഇതിൽ വെച്ചോണത് കേട്ടാ. നമുക്ക് അടുത്ത പടിയിലേക്ക് കിടക്കാം. ഇത് ഒരു 10-15 വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചാണ്. വല്ലാണ്ട് ചതച്ചിട്ടില്ല. അതിലേക്ക് ഒരു 10-15 ഈ ഉണക്കമുന്തിരി കൂരില്ലാത്തത് അത് കഴുകിയിടണം. ഇത് ഒന്ന് മിക്സിയിൽ നിന്ന് അടിച്ചു കൊണ്ടുവരണം. നമ്മളത് മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചത്, ഈ 1/2 ടീസ്പൂണ് താഴെ ഉലുവ പൊടിച്ചത് കേട്ടാ. പിന്നെ 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, കുഞ്ഞ ജീരകല്ലേ, പെരുംജീരകല്ല കേട്ടാ, ജീരകപ്പൊടി. ഇതിങ്ങനെ ഇട്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ അച്ചാർ പണി തുടങ്ങാൻ പോകണം കേട്ടാ. മീൻ കഷ്ണം ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. വറുത്ത് പോയി മീൻ കഷ്ണം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. ലാസ്റ്റ് അങ്ങോട്ട് എടുക്കില്ല. ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമാണ്. നമ്മളിടയ്ക്കിടയ്ക്ക് ഇരുന്ന് തിന്ന് അവസാനം ഉണ്ടാവില്ല അച്ചാറുണ്ടാക്കാൻ. അപ്പോൾ ഇതിലേക്ക് 100 ഗ്രാം എണ്ണ, നല്ലെണ്ണ കേട്ടാ, എള്ളെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി തുടങ്ങി. അപ്പോൾ ഒരു 10-15 വെളുത്തുള്ളി ഇല്ലേ, അത് ഇരിക്കില്ല. പിന്നെ ഒരു 5-6 പച്ചമുളക് അരിഞ്ഞത്, ഇതുണ്ടാക്കുമ്പോഴേ നമ്മുടെ വെളിച്ചെണ്ണ വേസ്റ്റ്. അച്ചാറുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഇത് വറുത്ത് പോരല്ലോ മീൻ, ആ വെളിച്ചെണ്ണ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലേക്ക് ഒരു 2 കതിരി വേപ്പിലിടാം. വേപ്പിലെ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും, അതുകൊണ്ടാണ്. ഇത് മൂത്ത് തുടങ്ങിയിട്ട് അപ്പോൾ ഇതിലേക്ക് ഒരു 7 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടാം. തീരെ ഇതിൽ വേണ്ട കേട്ടോ, സിമ്മിൽ മതി. എരിവ് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കളർ കൂടുതലാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം കേട്ടോ. തീ വല്ലാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളകൊക്കെ പെട്ടെന്ന് കരിയും. മുളക് മൂത്തു. അപ്പം മിക്സിയിൽ അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള സാധനങ്ങളില്ലേ, ഇതൊക്കെ കൂടിയിട്ടുള്ളത് ഇതിലേക്കിടുക. ഇത് മൂക്കുമ്പോൾ എനിക്ക് 1/2 കപ്പ് വെള്ളം, അതായത് 125 മില്ലി വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക.
ഇതിലേക്ക് പിന്നെ 100 മില്ലി ചൊറുക്ക, അതാ വിനാഗിരി ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് നോക്കി ചേർക്കേണ്ടി വരും നമുക്ക് കേട്ടോ. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇത് നന്നായി ഇങ്ങനെയാണ് തിളച്ച് കുറുക്കണം കേട്ടോ. കുറുകി തുടങ്ങിയിട്ട് എന്നാലും നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിയണം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മീൻ എടുത്ത് കൊണ്ടുവരാൻ പാടുള്ളൂ. 5 മിനിറ്റ് ആയിട്ടേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതേ മീൻ കഷ്ണം കൂടെ ചേർക്കാം. എന്നിട്ട് ഇളക്കി. എണ്ണം കുറഞ്ഞ മീൻ കഷ്ണം ഇല്ലല്ലേ? ഇത് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇതിപ്പോൾ അച്ചാറിൻ്റെ ഇത് സെറ്റായിട്ടാ. ഈ സാധനം ഒരു 2 ദിവസമെങ്കിലും ഇരുന്നാലാണ് ഇതിലേക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ പിടിച്ച് ഇത് മാറ്റാൻ പോണ്. ഇത് മാറ്റി ഭരണിയിലേക്കാക്കാൻ പോണ് നമ്മൾ കേട്ടാ. ഇത് സെറ്റാക്കണം. ഇതിപ്പോൾ 2 ദിവസമെങ്കിലും നമ്മളിത് ഭരണിയിൽ ഇരിക്കണം, എന്നാലും ഇത് ടേസ്റ്റ് ആവുള്ളൂ. അന്നേരം പിടിക്കുള്ളൂ, എല്ലാം പിടിക്കുള്ളൂ. ഇത് നമ്മുടെ പണ്ട് അച്ഛൻ അച്ചാറിൻ്റെ അച്ചാറ് ഇങ്ങനെ മീൻ അച്ചാർ ആദ്യമായിട്ടുണ്ടാക്കി. ഇപ്പോഴല്ല, പണ്ട് കാലത്ത്. അപ്പോൾ അച്ചാറുണ്ടാക്കിയിട്ട് ഇത് 2 ദിവസം പിടിക്കണല്ലോ, ഭരണിയിലൊക്കെ ഇട്ട് വെച്ച് സാധനം. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അച്ചാർ കഴിഞ്ഞ് വന്നപ്പോൾ അതിലത്തെ ചാറ് മാത്രമല്ലോ, മീൻ കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞു. മീൻ കഷ്ണമൊന്നുമില്ല, മീൻ കഷ്ണമൊക്കെ ഞങ്ങൾ എല്ലാവരും എടുത്ത് തിന്നു. അങ്ങനെ ഒരു കഥയുണ്ട്, അച്ചാറുണ്ടാക്കിയൊരു കഥ. അത് പോട്ടെ. ഇതിപ്പോൾ അധികം തിന്നാൻ പെട്ടെന്നാണ് നമ്മൾ കഴിക്കില്ല, കാരണം നമ്മൾ മീൻ ഇഷ്ടം പോലെ കഴിക്കുന്നതുകൊണ്ട്. പണ്ടില്ലല്ലോ അല്ലേ കഴിക്കാൻ. അന്ന് ഏത് മീനുണ്ട്? ഇതുകൊണ്ട് തന്നെയാണ് കൂടുതലിന്, മെയിനായിട്ട് കൂടുതലിന് ഉപയോഗിക്കട്ടാ. നമ്മുടെ ഈ കൂടുതോണ്ടാണ് അച്ചാറുണ്ടാക്കുക സാധാരണ ഇതിൽ. ഞാൻ കൂടുതോണ്ടാണ് അച്ചാറുണ്ടാക്കുക എന്നുള്ളത് മെയിനായിട്ട് കേട്ടത്. നമ്മുടെ മീൻകാരൻ ഒരു തവണ കൂടുതൽ കൊണ്ടുവന്നു, വലിയ കൂടുതലാട്ടാ. അപ്പോൾ ആളിവിടെ വന്നപ്പോൾ ഞാൻ സരിതയും കൂടിയിട്ട് ഇവിടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു കൂടുതൽ വേണ്ട സരിത പറഞ്ഞു, ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു കൂടുതോണ്ട് അച്ചാറുണ്ടാക്കിയിട്ടാ, സൂപ്പർ ടേസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ആദ്യം തന്നെ ആൾ അത് വിശദമായി പറഞ്ഞു തന്നെ, അച്ചാറിൻ്റെ വിധങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഈ മുറിച്ച് കഷ്ണങ്ങളാക്കി അതിൻ്റെ കൂട്ടുകളൊക്കെ പറഞ്ഞു തന്നിട്ട് ആൾ പറഞ്ഞു ഗംഭീര ടേസ്റ്റാണ് ഈ അച്ചാർ എന്ന് പറഞ്ഞു. നിങ്ങൾ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ആളോട് ചോദിച്ചു, അപ്പോൾ ചേട്ടൻ കഴിക്കുമെന്ന് ചോദിച്ചു. ഞാൻ കഴിക്കില്ലാന്ന്. ആളാ കറപ്പാന്ന് കൊടുത്തോണ്ടുള്ള അച്ചാർ. ആൾ നമുക്കെല്ലാം പറഞ്ഞു തന്നൊക്കെ നമ്മളങ്ങനെ തീറ്റിപ്പീനെ ലെവലിലേക്ക് വരെ എത്തിച്ചു. പിന്നെ ആൾക്ക് തിന്നാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ എനിക്ക് ഓർമ്മയില്ലല്ലോ ഇത് എന്തുണ്ടായ കഥയാ. ഓർമ്മയില്ല. മീൻകാരൻ ഇതാണ് ഇത് അച്ചാർ കൊണ്ടുവന്നപ്പോഴേ നമ്മുടെ മീൻകാരുണ്ടേ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളുടെ ആൾ മെല്ലെ മെല്ലെ ലാമ്പി വരും. ഉച്ചയാകുമ്പോൾ ചോറിനാറാകുമ്പോഴാണ് ആൾ മീൻ ഇവിടേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കാമല്ലോ, എന്നിട്ട് ടേസ്റ്റ് നോക്കട്ടെ. ചെറുതായിട്ട് ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അല്ല, പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊന്നും ടേസ്റ്റ് ആകണമല്ലോ, ആളുകളെ തൃപ്തിപ്പെടുത്താനായിട്ട്. നമ്മളിത് ഒരു പാത്രത്തിലേക്കാണ്, അത് കഴിഞ്ഞിട്ട് ഭരണിയിലേക്കാ കൂട്ടാ. നല്ല ഭംഗിയുണ്ട് കാണാൻ മാത്രല്ല, അത് കഴിക്കാനും അടിപൊളി തന്നെയായിരിക്കും കേട്ടാ. ക്രിസ്മസിന്റെ സമയത്ത് ഇപ്പോഴേ ഉണ്ടാക്കി വയ്ക്കാമല്ലോ. നമ്മുടെ അച്ചാറിന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അതായത് ഒരു കഷ്ണം ഇത്തിരി ചാറെടുത്തിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. തിന്നു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരാ മതി. അതിനഭിപ്രായം പറയാനായിട്ട് അതിലേക്ക് കഷ്ണത്തുമ്പിലേക്ക് പിടിച്ചിട്ടില്ലല്ലോ. നല്ല രസമുണ്ട്. പക്ഷേ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ഇത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല കൃത്യമായിട്ട്. അതാണ് ഞാൻ വെറുതെ ഇത് ഗംഭീരമാണ് മറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്ക് ഉപ്പും ഈ പുളിയൊക്കെ ശരിക്ക് മീൻ്റെ ഇതിലേക്ക് പിടിക്കണം. ഒരു വെറൈറ്റി അച്ചാറാണ്. ക്രിസ്മസിന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഈ മീൻ്റെ ചൂരാട്ടാ, കൂടുതലല്ല ചൂര വെച്ചിട്ട്, ഫ്രഷ് ചൂരിന്. അപ്പോൾ നമുക്ക് ഇനി വേറെ ഒന്നും പറയല്ലേ ചേട്ടാ. അപ്പോൾ നമുക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.